ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓട്സ് ഉപ്മാവാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നൊരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഓട്സ് ഉപ്മാവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന ഓട്സിനൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ ചെറിയ ടൈപ്പിലുള്ള ഓട്സാണ്. നമുക്ക് കുറച്ച് വലുതായിട്ടുള്ള കിട്ടുന്നുണ്ടല്ലോ, അത് വേണേലും എടുക്കാം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റോളം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ ഓട്സിന്, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 4-5 മിനിറ്റ് നമ്മൾ തുടരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ വെച്ചിട്ടൊന്നും പോവരുത്, നമ്മളത് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓട്സിൻ്റെ കളറൊന്നും മാറാതെ തന്നെ ഒരു 4-5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു സെയിം പാൻ തന്നെ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമില്ല എങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഒരു വലിയ പച്ചമുളകാണ്. അതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയാണ്. അതിനെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ഉപ്മാവിൽ ഇങ്ങനെ ഒരുപാട് സൈസിലൊന്നും ഇതൊന്നും കാണരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സൈസിൽ വേണം നമ്മൾ സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ സവാള കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. ഒരു വലിയ ക്യാരറ്റാണ് ഞാനിതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, എത്രത്തോളം ക്യാരറ്റ് വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ തന്നെ വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീൻസ് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും കൂടെ ഒരു ചെറിയ ക്യാപ്സിക്കം ആണ് ചേർക്കുന്നത്. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, അതായത് ക്യുമിൻ പൗഡർ ചേർക്കുന്നുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂണോളം തന്നെ നമ്മുടെ പെപ്പർ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഉപ്മാവിൽ വേണമെന്നില്ല, പക്ഷെ കുറച്ചിങ്ങനെ സ്പൈസി ആയിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. നിർബന്ധമൊന്നുമില്ല അതൊന്നും ചേർക്കണം എന്നുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വെജിറ്റബിൾസൊക്കെ ചേർത്ത് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഓട്സ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു കപ്പിന് ഒരു 1.25 കപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് വെള്ളം ചേർക്കാം. നമുക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്കൊരു 1.25 കപ്പ് വെള്ളം തന്നെ ചേർക്കാം ഒരു കപ്പ് ഓട്സിന്. നമുക്ക് കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ട് വേറിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഉപ്മാവാണ് വേണ്ടത് എങ്കിൽ നമ്മൾ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം തന്നെ ചേർത്താൽ മതിയാകും. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ കുഴഞ്ഞ് കിട്ടുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് ഓട്സിന് 1.25 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് നമുക്ക് ഓട്സ് കുക്ക് ചെയ്യാനുള്ള വെള്ളം അത്യാവശ്യം നല്ല പോലെ തന്നെ തിളച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ, നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി എടുത്തിട്ടുള്ള ഓട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓട്സ് നമുക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. നമ്മൾ ഓട്സ് ചേർക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കുക, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ചേർത്തിട്ടുള്ള വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഓട്സ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ വെള്ളത്തിൽ ഓട്സ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം, വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ വളരെ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് നിങ്ങൾ ഓട്സ് കുക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി. ഒരു 4-5 മിനിറ്റ് മാത്രം മതി കേട്ടോ നമുക്ക് ഓട്സ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട്.
ഇത് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്സ് ഇനി കുറച്ചും കൂടെ കുക്ക് ആവാനുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓട്സ് ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് തന്നെ ആയിട്ടുണ്ട്. അത്യാവശ്യം ഓട്സൊക്കെ നല്ലപോലെ തന്നെ കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും താഴെ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും കൂടെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി കേട്ടോ. ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഉപ്മാവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ചേർക്കാറില്ല. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില കയ്യിലെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സമയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അതല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് ചൂടൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ തന്നെ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട്, ഇതിലിപ്പോൾ ഈ കാണുന്നൊരു മോയ്സ്ചർ അപ്പം ഉണ്ടാവില്ല, കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കും. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഞാനതിലേക്ക് ഒരു പിഞ്ച് പെപ്പർ പൗഡർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. നമ്മൾ സാധാരണ അവിൽ കൊണ്ടുള്ള ഉപ്മാവൊക്കെ കഴിക്കുമ്പം അങ്ങനെ നാരങ്ങ നീര് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഓട്സിൻ്റെ ഉപ്മാവിലും നാരങ്ങ പിഴിഞ്ഞിട്ട് കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും വളരെ എളുപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്മാവാണിത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ വന്നിട്ട് പറയാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയ വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്